Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 25 ബുധനാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ UAE സായുധ സേനയിലെ മൊറോക്കൻ കരാർ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ബഹ്റിൻ UAE സേനകളിലെ നിരവധി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും BDF ജനറൽ കമാൻഡ് അറിയിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കി. ഫെബ്രുവരി 28 മുതൽ തുടരുന്ന ഇറാന്റെ പ്രകോപനങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെയാണ് സംഭവമെന്നും രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും അധികൃതർ വ്യക്തമാക്കി. യുദ്ധം ആരംഭിച്ചതു മുതൽ ബഹ്റിനെ ലക്ഷ്യമിട്ടെത്തിയ 153 മിസൈലുകളും 331 ഡ്രോണുകളും സേന തകർത്തിട്ടുണ്ട്. വ്യാജവാർത്തകൾ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്നും BDF നിർദ്ദേശിച്ചു. രാജ്യത്തെ പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വൈദ്യുതി ജലവിതരണങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. വെളിച്ചത്തിനായി മെഴുകുതിരികൾക്ക് പകരം ടോർച്ചുകൾ ഉപയോഗിക്കാനും അടച്ചിട്ട സ്ഥലങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ഭക്ഷണം, കുടിവെള്ളം, പ്രഥമ ശുശ്രൂഷ സാമഗ്രികൾ, ടോർച്ച് എന്നിവ അടങ്ങിയ അടിയന്തര കിറ്റുകൾ തയ്യാറാക്കി വയ്ക്കണം. ഫോണുകൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കുകയും വാഹനങ്ങളിൽ ഇന്ധനം ഉറപ്പാക്കുകയും ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് നാഷണൽ സിവിൽ പ്രൊട്ടക്ഷൻ പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ബഹ്റിനിലെ ചില സർക്കാർ വെബ്സൈറ്റുകൾക്കും ഈ സേവനങ്ങൾക്കും താൽക്കാലിക സാങ്കേതിക തടസ്സം നേരിടുന്നതായി ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി അറിയിച്ചു. തകരാറുകൾ പരിഹരിച്ച് സേവനങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ വിദഗ്ധ സംഘം ശ്രമിച്ചു വരികയാണ്. ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ അതോറിറ്റി ഖേദം പ്രകടിപ്പിച്ചു. സേവനങ്ങൾ പൂർണ്ണതോതിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ബഹ്റിൻ സ്വകാര്യ മേഖലയിൽ പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തി. സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം 4,77,658 പ്രവാസികളാണ് നിലവിൽ ഇൻഷുറൻസ് പരിധിയിലുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10,000-ഓളം പേരുടെ വർധനവാണ് ഇത്. രാജ്യത്തെ ആകെ ഇൻഷുറൻസ് ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. പ്രവാസി തൊഴിലാളികളിൽ 71% പേരും പ്രതിമാസം 200 ദിനാറിൽ താഴെ ശമ്പളം വാങ്ങുന്നവരാണ്. ഇൻഷുറൻസ് ഉള്ള 1.58 ലക്ഷം സ്വദേശികളിൽ ഭൂരിഭാഗവും സ്വകാര്യ മേഖലയിലാണെന്നും ഇവരുടെ ശരാശരി ശമ്പളം 914 ദിനാറാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 28 ശേഷമുണ്ടായ പ്രത്യേക സാഹചര്യങ്ങൾക്കിടയിലും ബഹ്റിൻ സാധാരണ നിലയിലേക്ക് തിരിച്ചുവരുന്നു. ഈദ് അവധിക്ക് ശേഷം മനാമ, സീഫ് തുടങ്ങിയ വാണിജ്യ മേഖലകളും സിറ്റി സെന്റർ, ദ അവന്യൂസ് തുടങ്ങിയ മാളുകളും സജീവമായി. പ്രമുഖ ബാങ്കുകളെല്ലാം സുരക്ഷാ മുൻകരുതലുകളോടെ പൂർണ്ണതോതിൽ പ്രവർത്തനം തുടരുന്നുണ്ട്. അതേസമയം വിപണിയിലെ മന്ദത കാരണം ചെറുകിട സ്ഥാപനങ്ങൾ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് താൽപ്പര്യമുള്ള ജീവനക്കാർക്ക് നാട്ടിലേക്ക് പോകാൻ ചില കമ്പനികൾ അനുമതി നൽകി തുടങ്ങിയിട്ടുണ്ട്. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾക്കിടയിലും ബഹ്റിനിലെ സർക്കാർ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പരിശോധനകൾ, കൺസൾട്ടേഷനുകൾ, വാക്സിനേഷൻ എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാണ്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ മിലിറ്ററി, സ്വകാര്യ ആശുപത്രികളുടെ സഹായം ഉറപ്പാക്കുന്ന വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാണെന്ന് പബ്ലിക് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽ അവാദി പറഞ്ഞു. ആരോഗ്യമന്ത്രി ജലീല അൽ സയീദിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. സ്വദേശികൾക്കും പ്രവാസികൾക്കും ആശങ്കയില്ലാതെ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യ മേഖലയിലെ എല്ലാ വിഭാഗങ്ങളും സജ്ജമാണെന്നും അധികൃതർ വ്യക്തമാക്കി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. Lulu Money. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിലെ ഇൻഷുറൻസ് കമ്പനികൾ വാർ റിസ്ക് കവറേജ് നൽകി തുടങ്ങി. യുദ്ധം, ആക്രമണങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഈ പോളിസി പരിരക്ഷ നൽകും. തന്ത്രപ്രധാനമായ കെട്ടിടങ്ങൾക്കും വ്യവസായങ്ങൾക്കും വാർ കവർ എടുക്കുന്നത് ഉചിതമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വ്യക്തിഗത സുരക്ഷയ്ക്കായി ലൈഫ് ഇൻഷുറൻസിൽ പാസീവ് വാർ എക്സ്റ്റൻഷൻ ഉൾപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. സംഘർഷ സമയത്ത് വീടുകൾ ദീർഘകാലം ഒഴിഞ്ഞുകിടന്നാൽ ഇൻഷുറൻസ് കമ്പനിയെ മുൻകൂട്ടി അറിയിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. മനാമയിലെ ഹോട്ടലിലും സൂപ്പർമാർക്കറ്റിലും കള്ളനോട്ട് നൽകി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 28 വയസ്സുകാരനായ ബഹ്റൈൻ പൗരന് 5 വർഷം തടവും 500 ദിനാർ പിഴയും ശിക്ഷ വിധിച്ചു. 20 ദിനാറിന്റെ വ്യാജ നോട്ടുകൾ നൽകി ബാക്കി തുകയായി അസൽ നോട്ടുകൾ കൈക്കലാക്കാനായിരുന്നു പ്രതിയുടെ നീക്കം. സൂപ്പർമാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനിടെ സംശയം തോന്നിയ ജീവനക്കാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പരിശോധനയിൽ ഇയാളുടെ സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് കൂടുതൽ കള്ളനോട്ടുകൾ കണ്ടെടുത്തു. ഫോട്ടോ കോപ്പി മെഷീൻ ഉപയോഗിച്ചാണ് നോട്ടുകൾ നിർമ്മിച്ചത് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. ഹൈക്രിമിനൽ കോടതിയുടേതാണ് ഉത്തരവ്. ബഹ്റൈനിൽ വൻ നികുതി വെട്ടിപ്പ് നടത്തിയ ഭക്ഷ്യവ്യാപാര സ്ഥാപന ഉടമയ്ക്ക് ഹൈക്രിമിനൽ കോടതി 5 വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു. 2.47 ലക്ഷം ദിനാർ പിഴ ചുമത്തിയതിനു പുറമെ വെട്ടിച്ച അത്രയും തുക നികുതിയായി തിരിച്ചടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂവിൽ തെറ്റായ കണക്കുകൾ സമർപ്പിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇയാളെ നാടുകടത്താനും ഉത്തരവുണ്ട്. നികുതി രേഖകളിൽ കൃത്രിമം കാണിക്കുന്നവർക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ വിധിയെന്ന് കോടതി വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ വഴിയുള്ള അധിക്ഷേപങ്ങൾക്കും വ്യാജപ്രചരണങ്ങൾക്കുമെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബഹ്റൈൻ അഭിഭാഷകൻ ജാസിം അൽ ഈസ മുന്നറിയിപ്പ് നൽകി. വ്യാജ അക്കൗണ്ടുകൾ വഴിയുള്ള പോസ്റ്റുകൾക്കും കമന്റുകൾക്കും ജയിൽ ശിക്ഷയോ പിഴയോ ലഭിക്കാം. ഒരാളുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിലുള്ള അധിക്ഷേപങ്ങൾക്ക് 1 വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷ. അപകട ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. വ്യാജ പേരുകൾ ഉപയോഗിക്കുന്നത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കില്ലെന്നും ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുന്നവർ ഡിജിറ്റൽ തെളിവുകൾ സഹിതം അധികൃതരെ സമീപിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കൈക്കൂലി കേസിൽ ബഹ്റൈൻ സർക്കാർ ഉദ്യോഗസ്ഥന് 5 വർഷം തടവും 2800 ദിനാർ പിഴയും ശിക്ഷ വിധിച്ചു. ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും പൊതുപദവികൾ വഹിക്കുന്നതിൽ നിന്ന് വിലക്കാനും ഹൈക്രിമിനൽ കോടതി ഉത്തരവിട്ടു. കേസിൽ ഉൾപ്പെട്ട അറബ് വംശജനായ വ്യവസായിക്ക് 1 വർഷം തടവും പിഴയും വിധിച്ചു. ശിക്ഷയ്ക്ക് ശേഷം ഇയാളെ നാടുകടത്തും. ഔദ്യോഗിക ഇടപാടുകൾ വേഗത്തിലാക്കാൻ 2800 ദിനാർ കൈക്കൂലി വാങ്ങിയതിനാണ് നടപടി. കൈക്കൂലി തുക കണ്ടുകെട്ടാനും കോടതി നിർദ്ദേശിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.